ഹായ്, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ രാവിലെ 4:30 അപ്പോൾ ഡ്യൂട്ടിയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇരുട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമുക്ക് പാർസൽ മേടിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മളവിടെ വിളിക്കുന്നുണ്ട്, ലോഡിന് വേണ്ടി വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പാർസലെല്ലാം മേടിച്ചു. ഇനി നേരെ നമ്മൾ പണിയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ എയർ അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിയിലേക്ക് എത്താനായി. അങ്ങനത്തെ റോഡൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. ഈ പണ എന്ന് പറയുന്നത് നമ്മൾ ഈ വെട്ടുകല്ല് വെട്ടുന്ന സ്ഥലത്തിന് പറയുന്ന ആ കളത്തിന് പറയുന്ന പേരാണ് പണ എന്ന് പറയുക. അതെല്ലാവർക്കും അറിയണമെന്നില്ല, മിക്ക ആൾക്ക് അറിയുമായിരിക്കും. പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇവിടെയെല്ലാം പണ്ട് പണകളുണ്ടായിരുന്നു. ഇതെല്ലാം നിർത്തി, ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതാക്കി കശുമാവെല്ലാം നട്ട് വീണ്ടും റീപ്ലാന്റേഷൻ ചെയ്താണ് ഇതൊക്കെ. പണിയിലെത്തി, നമ്മുടെ വണ്ടി ലോഡേറ്റാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റും സെക്കൻഡിനും വണ്ടിയുണ്ട്, അപ്പോൾ നമുക്ക് തേർഡിന് വണ്ടിയില്ല. അപ്പോൾ നമ്മളോട് ഞാൻ വരാൻ പറഞ്ഞതാണ്. നമ്മളിതാ തേർഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അളവെടുത്തിട്ട് അളവിൽ മുറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാർസൽ കൊണ്ടുപോയിട്ട് വന്നു. പാർസൽ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലോഡായി, നമ്മൾ പോവാണ്.
അപ്പോൾ നമ്മൾ ഇരിട്ടി എത്തി. നമ്മൾ ഗ്രീസ് അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാം. അപ്പോൾ നമ്മൾ ഗ്രീസെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ പമ്പിലെത്തി. നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഡീസലെല്ലാം അടിച്ചു. വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ നമ്മൾ നെടുമ്പോയിൽ ചുരം കയറാൻ പോവുക. നെടുമ്പോയിൽ ചുരം വയനാട്ടിലേക്ക് പോകാൻ, മാനന്തവാടിയിലേക്ക് പോകാൻ 2 ചുരമുണ്ട്. ഒന്ന് പാൽച്ചുരം, അതുപോലെ തന്നെ നെടുമ്പോയിൽ ചുരം. അപ്പോൾ ഇച്ചിരി ഡേഞ്ചറായിട്ട് ഇച്ചിരി കുത്തനെ കയറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത് പാൽച്ചുരമാണ്. അപ്പോൾ ഈ ചുരം എന്ന് പറയുന്നത് പിന്നെ കയറ്റം എല്ലാം കുറവാണ്. പക്ഷേ നമുക്ക് മാനന്തവാടി എത്തിപ്പെടാൻ ഇച്ചിരി ദൂരം കൂടുതലാണ്. അപ്പോൾ നിലവിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവമാണ്. ഇപ്പോൾ 1 മാസത്തോളം ഉത്സവമാണ്. അപ്പോൾ ഉത്സവം ആയതുകൊണ്ട് ഇതിലെ വണ്ടികളൊന്നും, ഭാരവാഹനങ്ങൾക്കൊന്നും അതിൽ പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വഴി ഇപ്പോൾ ഇതിൽ പോകണം. ഭാരവാഹനങ്ങൾ തിരിച്ചും മറിച്ചും എല്ലാം അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കണം. മാനന്തവാടിയിലേക്ക് എന്ന് ഞാൻ പറഞ്ഞത് പല സ്ഥലത്തുനിന്നും വരാട്ടോ. പല സ്ഥലത്തുനിന്നും പല ചുരങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ 2 ചുരങ്ങളാണ്. അതുകൂടാതെ വേറെ ചുരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കണ്ണൂർ ഡിസ്ട്രിക്ട് കഴിഞ്ഞ് വയനാടിൻ്റെ ബോർഡറിലേക്ക് കയറി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു. നമ്മളിനി വീണ്ടും യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സൈഡിലെത്തി. അപ്പോൾ നമ്മൾ കട്ടിറക്കി തുടങ്ങി. നമ്മളിപ്പോൾ കല്ലിറക്കുന്ന സ്ഥലം വരുന്നത് തോട്ടാമൂല എന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബാംഗ്ലൂർ ഹൈവേയിൽ നിന്ന് ഉള്ളോട്ട് പോകണം. ഇത് ഫോറസ്റ്റാണ്. അതായത് മുത്തങ്ങ ഫോറസ്റ്റ് അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ റോഡിൻ്റെ അപ്പുറം ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ആൾക്കാർ താമസിക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്നു. പക്ഷേ ഇത് ഫുള്ള് ഫോറസ്റ്റാണ്. നമ്മൾ വന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് വന്നത്. അപ്പോൾ അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നോക്കട്ടെ, വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. എനിക്ക് ഇവിടെ വന്നപ്പോൾ രസം തോന്നിയത് എന്താ വെച്ചാൽ, ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 പള്ളി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഈ ടൗൺ ഉണ്ടോ, ടൗൺ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ബസ്സുണ്ട്, ബസ് റൂട്ടാണ്, ആൾക്കാർ ഒരുപാടുണ്ട്, 4 പള്ളിയുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആൾക്കാർ താമസിക്കുള്ളൂ, പക്ഷേ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ്. ആ കാണുന്ന സെമിത്തേരിയില്ലേ, ഇത് വന്നിട്ട് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തതാണ് ഫോറസ്റ്റിൽ. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ എൽദോ അച്ഛൻ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് അച്ഛനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ നല്ലൊരു സുഹൃത്താണ്. വൈദികൻ എന്ന ഉപരി നല്ല സുഹൃത്താണ്. ഏത് കാര്യത്തിലും നമുക്ക് വിളിക്കാനും ഒരു കൂട്ടുകാരെ പോലെ നമുക്ക് സംസാരിക്കാനും ഒരു നല്ലൊരു സുഹൃത്താണ്. അച്ഛനെക്കുറിച്ച് എന്താ പറയുക? പിന്നെ അച്ഛൻ സുഖമായിരിക്കുന്നു. അച്ഛൻ്റെ വിശേഷം പറ. സന്തോഷമായിരിക്കുന്നു. പ്രിയപ്പെട്ട ജോമാൻ വളരെ മിടുക്കനായ കുട്ടിയാണ്. എൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ആശംസകളും. റോഡെല്ലാം ഇറക്കി കഴിഞ്ഞു.
ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരമ്പലം കണ്ടോ, എന്ത് രസമുള്ള നാടല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കല്ലൂരിലെ ലോഡിംഗ് തൊഴിലാളികളാണ്, അലിക്ക, ആരിസ്ക. അപ്പോൾ ഞങ്ങൾ റോഡൊക്കെ ഇറക്കി. ഇതിപ്പോൾ ഹൈവേ ആണ്. ആ വഴി പോയാൽ മൈസൂർ, മുത്തങ്ങ, ബാംഗ്ലൂർ. ഈ വഴി പോയാൽ കോഴിക്കോട്, ബത്തേരി. ഇവിടെ എല്ലാം രാത്രി ആന, അതുപോലെ തന്നെ മാൻ, അങ്ങനെയുള്ള സാധനങ്ങൾ വരുമെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.